ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുള്ളൻ പന്നിയുടെ വർഗത്തിൽപ്പെട്ട ഹെഡ്ജോഗിനെയാണ്. ആദ്യമായി കാണുമ്പോൾ മുള്ളൻ പന്നിയുമായി നല്ല സാമ്യമുള്ള ജീവികളാണിവ. ഇവയുടെ സ്പൈൻ അല്ലെങ്കിൽ പുറമേയുള്ള മുള്ളുകൾ കാരണമാണിത്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലായും ഹെഡ്ജോഗിനെ കണ്ടുവരുന്നത്. മുള്ളൻ പന്നികളെ ഇന്ത്യയിൽ വളർത്തുന്നത് ഇല്ലീഗലാണ്. എന്നാൽ ആഫ്രിക്കൻ പിഗ്മി വിഭാഗത്തിൽപ്പെട്ട ഹെഡ്ജോഗുകളെ പെറ്റായി വളർത്തുന്നതിൽ യാതൊരു നിയമ തടസ്സവുമില്ല. പതിനേഴോളം വെറൈറ്റി ഹെഡ്ജോഗുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹെഡ്ജോഗ് രാത്രികാലങ്ങളിലാണ് കൂടുതലായും നല്ല ആക്റ്റീവായി കാണപ്പെടുന്നത്. പകൽ സമയങ്ങളിൽ മിക്കപ്പോഴും ഇവ ഉറക്കമായിരിക്കും. പ്രധാനമായും 5 തരത്തിലുള്ള ഹെഡ്ജോഗുകളെയാണ് കാണപ്പെടുന്നത്: ആഫ്രിക്കൻ പിഗ്മി ഹെഡ്ജോഗ്, യൂറോപ്യൻ ഹെഡ്ജോഗ്, ലോങ് ഇയർഡ് ഹെഡ്ജോഗ്, ഡെസേർട്ട് ഹെഡ്ജോഗ്, ഇന്ത്യൻ ലോങ് ഇയർ ഹെഡ്ജോഗ് തുടങ്ങിയവയാണവ. ഇതിൽ ആഫ്രിക്കൻ പിഗ്മിയാണ് കൂടുതലായും പെറ്റായി വളർത്തുന്നവ. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഹെഡ്ജോഗുകളാണവ. ഹെഡ്ജോഗ്സ് ഓംനിവൈറസ് ആണ്. ഇവർ കാറ്റ് ഫുഡ്, വേംസ്, വെജിറ്റബിൾ, ചിക്കൻ, എഗ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഇവയ്ക്ക് നൽകാവുന്നതാണ്. ഇൻഫന്റ് സ്റ്റേജിലാണെങ്കിൽ സെർലാക്കും ഫീഡ് ചെയ്യാൻ സാധിക്കും. ഒമ്നിവൈറസ് ആയതുകൊണ്ട് തന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സിട്രസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസിഡ് ബേസ്ഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒന്നും ഇവയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഹെഡ്ജോഗ്സിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 വർഷം മുതൽ 5 വർഷം വരെയാണ്. ഹെഡ്ജോഗ്സിന് അവയുടെ കേജ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവയുടെ കേജ് ഫ്ലോറിൽ കാർഡ്ബോർഡിൻ്റെ പീസുകളോ മരത്തിൻ്റെ ചെത്തുകളോ കൊണ്ട് ഫിൽ ചെയ്യണം. എങ്കിലേ ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. കൂടാതെ ഹാംസ്റ്ററുകളുടെ കൂടുകളിൽ സെറ്റ് ചെയ്യുന്നത് പോലുള്ള റണ്ണിംഗ് വീലുകൾ, വാട്ടർ ബോട്ടിലുകൾ, ചെറിയ ഹൈഡിംഗ് സ്പേസുകളൊക്കെ നിർബന്ധമായും കൂടുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് ഇവയെ സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹെഡ്ജോഗ്സിനെ വാഷ് ചെയ്യുക അല്ലെങ്കിൽ വൈപ്പ് ചെയ്യുക എന്നത്. വെള്ളത്തിൽ നീന്താനുള്ള കഴിവ് ജന്മനാ ഇവയ്ക്കുണ്ടെങ്കിലും കുളിപ്പിക്കുമ്പോൾ ചെവിയിലും മൂക്കിലും വെള്ളം കയറാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയ്ക്കുള്ള ബാത്തിങ് ആക്സസറീസ് എല്ലാം തന്നെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. ഇവയെ കുളിപ്പിക്കുന്നത് വഴി ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനും സ്പൈൻസ് നല്ല നീറ്റായി കൊണ്ടു നടക്കാനും സാധിക്കും. അതുപോലെ തന്നെ അവയുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. മനുഷ്യരുമായി നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന ആനിമൽസ് ആണ് ഹെഡ്ജോഗ്. ഇനി ഇവയുടെ അസുഖങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും നോസ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് അസുഖങ്ങളാണ് കൂടുതലായും വരുന്നത്.
സ്കിൻ അലർജി അല്ലെങ്കിൽ ഫംഗൽ അലർജിയാണ് ഇവയ്ക്ക് പ്രധാനമായും വരുന്ന അസുഖം. നോസ് റിലേറ്റഡായി വരുന്ന അസുഖം ന്യൂമോണിയ ആണ്. തുമ്മൽ, ശ്വാസതടസ്സം ഒക്കെ വരാം. ഇവയെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ ഷുഗർ ഗ്ലൈഡേഴ്സിനെ പോലെ തന്നെ നല്ലൊരു കൂട്ടായിരിക്കും ഇവ. ഹെഡ്ജോഗുകളുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 4 മാസത്തിന് മുകളിലാണ് ഇവ അഡൽട്ട് ആകുന്നത്. മാസമൊക്കെ ആകുമ്പോഴാണ് പ്രോപ്പർ ബ്രീഡിംഗ് ടൈം ആകുന്നത്. മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് കേജുകളിലിട്ട് മെയിലിൻ്റെ കേജിലേക്ക് ഫീമെയിലിനെ ഇറക്കി വിട്ടാണ് മേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും വയർ വലുതാകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ആ സമയത്ത് ഫീമെയിലിനെ വേറെ ഒരു കേജിലേക്ക് മാറ്റിയിടും. 4-5 കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിൽ തന്നെ ലഭിക്കും. ഒന്നര മാസം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഫീമെയിലിൻ്റെ അടുത്ത് നിന്ന് മാറ്റാൻ കഴിയും. മുള്ളൻപന്നിയുടെ രൂപസാദൃശ്യമുണ്ടെങ്കിലും മുള്ളൻപന്നിയുമായി യാതൊരു ബന്ധവും ഇവയ്ക്കില്ല. ഗ്രാം വെയ്റ്റും 5 തൊട്ട് 7 ഇഞ്ച് വരെയുമാണ് ഇവയുടെ സൈസ്. ഇനിയും ഇതുപോലുള്ള എക്സോട്ടിക് പെറ്റ്സിൻ്റെ വീഡിയോകൾക്കായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.